ഇപ്പൊ എന്തിനാ ഈ 2 ആഴ്ചത്തെ ട്രെയിനിങ്? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ പട്ടാളത്തിൽ ചേർന്നത്? അത് ഞാൻ ബ്രിഗേഡിയറോട് ചോദിച്ചിട്ട് പറയാം. ഈ ഹണിമൂൺ സമയത്ത് ഞാൻ എന്തിനാ ഈ കോഴ്സിനൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ജയിച്ചു കിട്ടിയാലേ 75 രൂപ ഇൻക്രിമെന്റ്, അറിയാം? ഓ, നീ എന്തിനാ പേടിക്കുന്നത്? ചുറ്റും നമ്മുടെ ആൾക്കാരല്ലേ. സത്യത്തിൽ നീ ഭാഗ്യവതിയാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? ആനുവൽ ലീവ് കിട്ടുന്ന 2 മാസം ഇവിടെ പലരുടെയും കുടുംബ ജീവിതം. ആ പിന്നെ ആശുപത്രി കഞ്ഞി കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത്. ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ, പ്രത്യേകിച്ച് അന്യദേശത്ത് വന്ന് അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോ. ആന്റണി, ദേരി ഹോ ഗയാ, ജൽദി ആओ. 1 മിനിറ്റ്. बता। हम सब देखा था। अरे तुम क्या किया अंदर? चुप रहो, कुछ नहीं। വരരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേണ്ട, ആരെങ്കിലും കാണും. പ്ലീസ് പോകൂ. രണ്ടാഴ്ച, 4 ദിവസം കഴിഞ്ഞു. ഇനി 10 ദിവസം. One minute. It's all right. ഇത്ര വേഗം എത്തിയോ? 2 ആഴ്ച എന്ന് പറഞ്ഞ് പോയിട്ട് 1 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. ആ, പുതുമോടിയല്ലേ? ചെല്ല് ചെല്ല്.
തൂക്കിക്കൊല്ലാൻ വിളിച്ചു. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ 5 വർഷമായി. രാജ്യത്തിന് പുറത്തു പോകാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ പണമോ അവനില്ല. ആ പെൺകുട്ടി എന്താ അങ്ങനെ ചെയ്തത്? ക്വയറ്റ് നാച്ചുറൽ. കുറെ സമ്പാദ്യവുമായി ഒരു വാർഷിക ലീവിന് നാട്ടിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ. ഒരുപാട് പണം, ഗ്ലാമർ, പറയത്തക്ക വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി വീണുപോകാൻ ഇതൊക്കെ പോരെ? വീണു. വീട്ടുകാരെ എതിർത്തപ്പോ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചൊരു കല്യാണം, ലീവ് കട്ട് ചെയ്ത് ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് മടക്കയാത്ര. ഡെറാഡൂണിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിലെത്തിയപ്പോ പെണ്ണിന്റെ സ്വപ്നങ്ങൾ തീർന്നു. You, come here. Stand this. What is this? Oh, I'm sorry, sir. 10 front row and 10 back. ഒരു സാധാരണ പട്ടാളക്കാരുടെ ജീവിതത്തിന് അത്രയൊന്നും ഗ്ലാമറില്ലെന്ന് പെണ്ണ് മനസ്സിലായി. ആ ഫ്രസ്ട്രേഷൻ അല്പം കൂടി ഗ്ലാമറും പണവുമുള്ള ഏതെങ്കിലും ഒരുത്തം മുതലെടുത്ത് കാണും. ആരാവൻ? ആരോ ആട്ടെ, തനിക്കെന്താ ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ്? എനിക്കറിയാം, ഈ ആന്റണിയെയും ലളിതയെയും. ബാബുവേട്ടന്റെ അനിയൻ രാഘവൻ അവനൊരു കമ്പനി കൊടുക്കണം. 3-4 ദിവസത്തേക്ക് ട്രിപ്പൊന്നും വേണ്ട.
ചേട്ടൻ അന്ന് ബ്ലഡ് തന്നില്ലേ? ഓ, ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര ശക്തിയായി പോയല്ലോ. നമുക്ക് പഞ്ചാബ് പിടിക്കാം. തണുപ്പ് വീണു തുടങ്ങി. വാ, നമുക്ക് പോവാം. എന്നാലും രോഗം മാറിയവര് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അതൊരു വല്ലാത്ത സാഡിസം തന്നെ. ആ, രാഘവനെ പരിചയപ്പെട്ടു. മിടുക്കൻ, ഭയങ്കരൻ, ശരിയായ ഹീറോ. നീ രാഘവനെ കണ്ടോ? ഇല്ല, കാണേണ്ട കാര്യമില്ല. ഒരുപാട് കേട്ടു. ഇപ്പൊ ഇതും കണ്ടു. ഒരാളെ അസസ് ചെയ്യാൻ ഇതൊക്കെ പോരെ? ആ ചേട്ടാ, അവനെന്ത് കൊടുത്തു? ആർക്ക്? രാഘവന്. ഒന്നും കൊടുത്തില്ല. ആ, അതെന്ത് ബോറാ? എന്തെങ്കിലും കൊടുക്കണ്ടേ കാര്യമായിട്ട്? ആ, വേണം. കൊടുക്കേണ്ടതാണ്. കൊടുക്കണം. എങ്ങനെ റിക്കവറി? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുമെന്നോ താങ്ങി പിടിച്ചാൽ മെല്ലെ നടക്കുമെന്നോ അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് മിറക്കിൾ. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ. നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ എന്തോ ഒരു കുഴപ്പം. ഒരു മൂഡ് ഔട്ട്. വഴക്കിട്ടു അല്ലേ? ഏയ് ഇല്ല, തോന്നിയതായിരിക്കും. ചേട്ടനെ വിളിക്കാം, ഊണ് കഴിക്കാം.